ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജനാബോളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് പോകുന്നത്. അപ്പോൾ 2 വ്ളോഗായി കോഴിക്കോടിൻ്റെ ഇടുന്നത്. ഒന്ന് അവാർഡ് മേങ്ങുന്നതിട്ട് ഇത് പോകുന്നത് മടൂർ സിയാറത്തിന് പോകുന്നത്. ഞങ്ങൾ മടൂർ അങ്ങനെ കുറേ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ പോകുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് വന്ദേ ഭാരത്തിൽ. അതിനുകൊണ്ട് 7 മണിക്കാണ് ട്രെയിന്. അപ്പോൾ ഞങ്ങൾ ബിയ്യം പോകുന്നുണ്ട്. കുറച്ച് വൈദ്യന് പോകുമ്പോൾ ഞങ്ങളെ കുറച്ച് കുടുംബക്കാരുണ്ട് വരാൻ. ഓറാടുന്ന് വന്നിട്ട് ഞങ്ങളും അപ്പന്നെ കീനിയാടുന്ന് ഓരോ കാറിൽ തന്നെ പോവാലിട്ട് എൻ്റെ ഓർ വന്ന് ഞങ്ങൾ കാറിൽ ബിയ്യം പോകുന്നുണ്ട്. ട്രെയിന് മിസ്സായാറുണ്ടാകുന്ന മാത്രമുള്ളത്. വന്ദേ ഭാരത്തിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റഡ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സ് എല്ലാം കൊണ്ടുപോയിന്. ഇങ്ങനത്തെ വേള കാച്ചത് ചട്ടിപ്പത്തൽ അങ്ങനത്തെ എല്ലാം കൊണ്ടുപോയിനെ ഞങ്ങൾ പിന്നെ ഇന്ന് രാത്രി തന്നെ വരുന്ന് നിൽക്കാൻ പോകുന്നതല്ല. മടൂറിന് പോയിട്ട് അവിടെ നല്ല ചുറ്റിയിട്ട് വരുന്നത്. ഒരിക്കൽ കോഴിക്കോട് പോയിന് അവാർഡ് മെങ്ങാൻ. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഞാൻ ചെന്നുണ്ട് ഒരു ഓറഞ്ച് വന്ദേ ഭാരത് അതിൽ ഇപ്പം ഞങ്ങൾ പോകുന്നത്. ഇപ്പം ഇതാ ട്രെയിൻ മിസ്സായിരുന്നായിട്ട് പാനിപ്പാനിട്ട് അങ്ങനെ എല്ലാം എത്തി. ഞങ്ങൾ എത്തിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ ട്രെയിനും വന്നിനെ. 2 മിനിറ്റ് വൈദ്യനെങ്കിൽ ട്രെയിൻ മിസ്സാട്ടെന്നെ. എന്തോ ഭാഗ്യത്തിൽ നമ്മൾ എത്തി. ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ നമ്മൾ വന്ദേ ഭാരത് വന്ന് 7 മണിക്ക് തോന്നുന്നു ട്രെയിൻ ബുക്കാക്കിയത്. കറക്റ്റ് സമയത്ത് തന്നെ വന്നിനും ചെയ്തിന്. ഇതാണ് വന്ദേ ഭാരത്. ആരെങ്കിലും വന്ദേ ഭാരത്തിൽ കയറിനാ നല്ല കമൻ്റാക്ക്. ഞാൻ ഫസ്റ്റ് കയറുന്നത്. ഞാൻ ഈ വോയിസ് ഇടുന്നത് പോയിട്ടല്ല വന്ന പിന്നല്ലേ. ഞാൻ പോയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രെയിൻ ഇത് വന്ദേ ഭാരത്. കാരണം എന്താ ക്ലീനും വെക്കും. നമുക്ക് അതിൽ ഇരുന്നെങ്കിൽ അറിയുന്നേ ഇല്ല പോകുന്നുണ്ടാ ഇല്ലേന്ന് തന്നെ. വിൻഡോയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് ഒരിത് വരുന്നത് അങ്ങ് ട്രെയിനിൽ പോകുന്നുള്ളതെന്ന്. ഉള്ളിൽ കയറി എന്താ അറിയുന്നേ ഇല്ല. ട്രെയിനിൽ പോകുന്ന പോലെ ഇല്ലേ ഇല്ല. അത്ര നല്ല ഉണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് പോകാൻ കഴിയുന്നത്. അപ്പോൾ ഇതാ അവിടെ നിന്നിട്ടാകുമ്പോൾ തന്നെ ഡോറ് ഓട്ടോമാറ്റിക്കലി തന്നെ ഓപ്പണായി. എന്നിട്ട് ഞങ്ങൾ കയറിയിട്ട് ഞങ്ങളെ സീറ്റിൻ്റെ നമ്പറെല്ലാം നമ്മൾ നോക്കുന്നുള്ളത്. ഞങ്ങൾ നോൺ വെജ് ഫുഡാണ് ഓർഡർ ആക്കിയത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ പിന്നെ 2 കസിനുണ്ട്. ഞങ്ങൾ ചെല്ലിയ കുടുംബം അതിൽ 2 കസിനുണ്ട്. ഉപ്പാൻ്റെ പെങ്ങളെ മക്കോ. അപ്പോൾ ഓർക്ക് 2 ആൾക്കും അങ്കാണ് ഫുഡ് ഓർഡർ ആക്കിയത്. പിന്നെ എൻ്റെ ഉമ്മാക്ക് ബാപ്പാക്ക് പിന്നെ ഉമ്മാക്ക് ബാപ്പാക്ക് എന്തോ പിന്നെ ബാണ്ടാന്ന് ചൊല്ലിയിട്ട് 3 നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ആക്കിയത്. അങ്ങനെ നമ്മൾ സീറ്റ് തപ്പുന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് വേണമെന്ന് തന്നെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് വിൻഡോ സീറ്റും കിട്ടീനെ. ഉമ്മാവും ഞാനും ഇരുന്നത്. നമുക്ക് തോന്നുന്നത് 53 54 തോന്നുന്നു സീറ്റ്. എൻ്റെ 53 ഉമ്മാൻ്റെ 54. നമുക്ക് പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു വാട്ടർ ബോട്ടിലും പിന്നെ ന്യൂസ് പേപ്പറുണ്ട്. പിന്നെ ന്യൂസ് പേപ്പർ വായിക്കാത്ത അങ്ങക്ക് തന്നെ ന്യൂസ് പേപ്പറല്ലേ. പിന്നെ വെള്ളത്തിൻ്റെ കുപ്പി വെക്കാൻ അവിടെ ഒരു സാധനമുണ്ട് ഒരു റൗണ്ടിൽ. ഇത് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ടേബിളെല്ലാം ഉണ്ട്. ഈ വന്ദേ ഭാരതിലെങ്കിൽ ഭയങ്കര ടൈം പഞ്ച്വാലിറ്റി ഉണ്ട്. കാരണം നിൽക്കൊന്നുമില്ല അങ്ങനെ ബിയ്യോ. നമ്മളിപ്പോൾ കയറിയ പാട് ഇത് സ്റ്റാർട്ടായിന്. നമ്മളിപ്പോൾ ലോക്കൽ ട്രെയിനെല്ലാം കുറച്ച് സമയം നിൽക്കലേ. ഇതങ്ങനെ എന്തോ നിൽക്കല ബി എത്തണം. അല്ല അങ്ങ് ട്രെയിൻ എന്തായാലും മിസ്സാവും. ഞങ്ങൾ എന്തോ ബി എത്തിയോണ്ട് അല്ല അങ്ങനെയല്ല 15 എത്തിയോണ്ട് നമുക്ക് ട്രെയിൻ കിട്ടി. എല്ലാം കിട്ടലാനേ. എന്താ ഇത് ഞാൻ ചെല്ലിയ വെള്ളം വെക്കാനുള്ള സ്ഥലം ഞങ്ങൾക്കും ഉമ്മാക്കും ഉണ്ട്. പിന്നെ 2 ന്യൂസ് പേപ്പറും ഉണ്ട്. അങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പറും എല്ലാം അവിടെ വെച്ചിട്ട് ഞങ്ങൾ വ്യൂ നോക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് സ്നാക്സിന് വേണ്ടിയിട്ട്. ഞങ്ങൾ സ്നാക്സ് ഓർഡർ ആക്കി ഞാൻ ട്രെയിനിന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ. ഇപ്പോൾ 1000 ബ്രേക്ക്ഫാസ്റ്റ് കൂട്ടുമ്പോൾ 1200 അങ്ങനെ ആയിരിക്കും ചാർജ് എടുക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സിനും എല്ലാം ആയിട്ട് എത്ര അതിനൊക്കെ നേരെ ഓർമ്മയില്ല. 1000 എത്ര അതിന്. ടേബിൾ ഇങ്ങനെ തുറക്കുക ഇങ്ങനെ അടുക്കുക അങ്ങനെയല്ല കയ്യോ. എന്താ ഉമ്മ കുറച്ച് വീട്ടിലെടുത്ത് ഞാൻ ട്രെയിനിൻ്റെ നല്ല ക്ലീനുണ്ട്. അതെടുത്ത് പറയേണ്ടത് തന്നെ. നല്ല ക്ലീനുണ്ട്. പിന്നെ ബാഗ് വെക്കാനുള്ള സ്ഥലം ഉണ്ടായി. പിന്നെ ഞങ്ങൾ വെച്ചിട്ടാ
അങ്ങനെ വലിയ ട്രിപ്പിനെല്ലാം വരുന്നവരുണ്ടാകുന്നില്ല, കുറേ ബാഗുള്ളവരെല്ലാം ഓർക്കെല്ലാം വെക്കാനുള്ള കുറേ സ്ഥലമുണ്ട് ബാഗിന്. അത് ലോക്കൽ ട്രെയിനിലുണ്ട്. എന്നാലും ഇവിടെ ഭയങ്കര ക്ലീന്. ലോക്കൽ ട്രെയിൻ ഒന്നും ക്ലീൻ ഒന്നും ഉണ്ടാവില്ലല്ലോ, ഇവിടെ ഭയങ്കര ക്ലീന്. അപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ കുപ്പി ഇതാടെ വെക്കുന്നതിൽ കാണിക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വെക്കുന്നത്. പിന്നെ ന്യൂസ് പേപ്പർ ഇവിടെ ഒരു വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. എന്താ ഉമ്മാൻ്റെതും വെച്ചിന്, ഉമ്മാൻ്റെ വെള്ളത്തിൻ്റെ കുപ്പിയും വെച്ചിന് അവിടെ. എൻ്റെ ഇതാ നമ്മളെ സ്നാക്സ് വെയിറ്റ് ആക്കിയിട്ട് നമ്മളെ സ്നാക്സ് എത്തി. ഇത് ഇത്രയാണ് സ്നാക്സും ചെല്ലാനുള്ളത്. ചായ ഉണ്ട് അതിൻ്റെയൊക്കെ. ചായ പേരുണ്ട് എത്ര ഫസ്റ്റ് ഇതാ എന്തെല്ലാം ഉണ്ട് ഇതിനെ കാണിച്ചു തരുന്നേ. ഇത് രണ്ടാൾക്കുണ്ട്. ഫസ്റ്റ് ഒരു ഇതാ ഗ്രീൻ എറൽറ്റ് ഒരു മസാല ചായ ഇൻസ്റ്റൻറ്റ് ടീ റീമിക്സ് ഉണ്ട്. പാൽപ്പൊടിയും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു റീമിക്സ് ഉണ്ട്. പിന്നെ ഒരു ഓട്സിൻ്റെ യൂണിബിക്കിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ചായ കിട്ടിയെങ്കിലേ ഈ ഗ്രീനറിൻ്റെ ആ ഇൻസ്റ്റൻറ്റ് മിക്സ് ഇട്ടിട്ട് കലക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചായയൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുള്ളത് രണ്ടാളും. ഉമ്മാക്കും അങ്ങനെ. എൻ്റെ നമ്മ നല്ല അടിപൊളി വ്യൂ നോക്കിയിട്ട് പോകുന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ചായ അല്ല ചൂടുവെള്ളം എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാതെ മാറിപ്പോയത്. ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തന്നിട്ടുള്ള ഇൻസ്റ്റൻറ്റ് റീമിക്സ് ഇട്ടെങ്കിൽ നമുക്ക് ചായ ആവോ ആ സ്റ്റിക്കിൽ കലക്കിയെങ്കിൽ. അതിനെ പൊട്ടിക്കുന്നുണ്ട് കയ്യിലേക്കെല്ലാമായി. ഇതെല്ലാം മിക്സ് ആയതുകൊണ്ട് ഒരു പറഞ്ഞ കളറായിനെ. ഒരു ഇഞ്ചിൻ്റെ ഒരു ഫ്ലേവറുള്ള ചായ ഇത്. ഈ ഫ്ലേവർ തന്നെ ഒരു ഇഞ്ചിൻ്റെ ചായ, ഇഞ്ചി ചായയില്ലേ അതുപോലത്തെ. നമുക്ക് ഇഞ്ചി അല്ലെങ്കിൽ ഇഷ്ടമില്ല. ഞാൻ നല്ല ഉണ്ടാവുമായിട്ട് ചിലപ്പോൾ അങ്ങനെ കലക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചായ റെഡിയായി, നമുക്ക് കുടിച്ച് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാവോ ചായ. ഞാൻ ബിസ്ക്കറ്റൊക്കെ മുക്കി തിന്നുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ ഇഞ്ചി ഇഷ്ടമില്ല. അപ്പോൾ ഇഞ്ചിൻ്റെ ചായ നമുക്ക് ഇഷ്ടപ്പെടാൻ എനിക്ക് ഉറപ്പുണ്ടായി. എന്നാലും ഞാൻ അങ്ങനെയെല്ലാം കുടിച്ചിന്, കുറച്ചെല്ലാം കുടിച്ചിന്. ഉമ്മാക്കെല്ലാം കുറച്ച് കൊടുത്ത്. ചായയൊക്കെ നമുക്ക് തിന്നുമ്പോൾ നല്ല ഉണ്ട്. ബിസ്ക്കറ്റിനെ മാത്രമല്ല അറിയുന്നത്, ചായ മാത്രം കുടിക്കുമ്പോൾ ഒരെന്തോ പോരാന്ന്. കുടിക്കുമ്പോൾ നേരമുണ്ട്, അത് വായിൻ്റെ ഉള്ളിൽ ഇതാക്കിച്ചാകുമ്പോൾ ഒരു പാങ്ങേയില്ല. എന്ത് ചൊല്ലണമെന്ന് നമുക്കറിയാമല്ലോ നിങ്ങളവിടെ. ബിസ്ക്കറ്റ് നല്ല ഉണ്ട്, ബിസ്ക്കറ്റ് നല്ല ഭാഗമുണ്ട്. ചായനാട്ടി ഏറ്റവും നല്ലത് ഇതൊക്കെ കണ്ട മസാല ചായ ആയിട്ട് ഒരു ഇഞ്ചി ഒരു എന്തോ ഫ്ലേവർ, ഇഞ്ചിയും പട്ട അങ്ങനത്തെ എല്ലാം. നമുക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. പക്ഷെ എന്നെ കുറച്ച് കുടിച്ച് ബിസ്ക്കറ്റൊക്കെല്ലാം മുക്കിയിട്ട് എൻ്റെ കുറച്ച് ന്യൂസ് പേപ്പർ വായിക്കാൻ തിരിച്ച്. എൻ്റെ എന്തെല്ലാം മമ്മൂട്ടീൻ്റെ മോഹൻലാലിൻ്റെ എല്ലാം ഫോട്ടോ എല്ലാം ഉണ്ടായി. അതെല്ലാം നോക്കി ഞാൻ അങ്ങനെ വൈകിട്ടെന്നെ വെച്ച്. എൻ്റെ ഇത് 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ എന്തോ എത്തുന്നത് കോഴിക്കോടേക്ക്. ലോക്കലെല്ലാം പോകുമ്പോൾ 4 മണിക്കൂറെല്ലാം വേണ്ടേ. അതിനുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇതാക്കിയത് എത്താലായിട്ട്. ഇനി നമ്മളെ മെയിൻ കോഴ്സ് വന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ട്. നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓർഡർ ആക്കിയത്. പിന്നെ അതിൻ്റെ ഒക്കെ തന്നെ ഒരു ഡിപ്പും കിട്ടിയിട്ടുണ്ട്. ഇത് പാങ്ങയുണ്ടായിട്ട് എന്തോ ഒരു കയ്പ്പ് ഒരു എന്തോ പോലെ ഉണ്ടായി. പിന്നെ ഇതെന്ത് ഞാൻ നോക്കിക്കൊണ്ടായി നോക്കുമ്പോൾ ഉണ്ണിയപ്പം. നമുക്കിതെല്ലാം കഴിഞ്ഞിട്ടൊരു മധുരം വേണ്ടേ. ഇത് നല്ല ഉണ്ടായി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനിത്. ഒരു ഉണ്ണിയപ്പം ഉണ്ട് ഒരാൾക്ക്. പിന്നെ വെറ്റ് വൈപ്സ് ഉണ്ട്, അത് നമുക്ക് പയ്യെ മുഖത്തോർത്താൻ വേണ്ടിയിട്ട് ഒരു വെറ്റ് വൈപ്സും ഉണ്ട്. അപ്പോൾ നല്ല ചണ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് അതും അവിടെ വെക്കാം. പിന്നെ ഉള്ളത് സ്പൂണ്, ഫോർക്ക്, പിന്നെ നമ്മൾ മേലിലേക്ക് ആകുന്നതിന് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സാധനമില്ലേ, എൻ്റെ പേരെന്ത് നമുക്ക് മറന്ന്. അതാണ്. പക്ഷെ നമുക്കത് എങ്ങനെ യൂസ് ആക്കണമെന്ന് അറിഞ്ഞിട്ടാണ് ഫസ്റ്റ് എൻ്റെ കുടുംബക്കാർ ചെല്ലിയത്. വയ്യോർ ചെല്ലിയത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ടിഷ്യൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഡിപ്പ് ഓപ്പൺ ആക്കുമ്പോൾ കയ്യിലേക്കല്ല അതിനെ. അപ്പം ആ ടിഷ്യൂ എന്ന് വിചാരിച്ചിട്ട് അതിനെ തുറക്കിയത്. ബയ്യാകുമ്പോൾ ചെല്ലിയത് ഇത് ഇങ്ങനെ
എടുക്കിടേണ്ടതെന്ന് ഡ്രസ്സിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഡ്രസ്സിലേക്ക് എന്താ ആയിട്ടാ, അതിനോട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇതാ നമ്മൾ ഇത് ഓപ്പൺ ആക്കുന്നുണ്ട് എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചും ചിക്കനാ മറ്റും ഉണ്ടാവുന്നത്. നോൺ വെജിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് വരുന്ന ചിക്കന്, ബീഫ് അങ്ങനത്തെ ഒന്നുമല്ലേ. പക്ഷെ ഇവിടെ മുട്ട ഉണ്ടായത്, മുട്ട ബുർജിയും പിന്നെ ഒരു എന്തോ പോലത്തെ ഒരു അപ്പവും നമുക്ക് കണ്ടിട്ട് അങ്ങനത്തെ ഒരു അപ്പം, ഫില്ലിങ്സ് എല്ലാം ഉള്ള അപ്പം. 2 അപ്പം ഉണ്ടായി. ഫസ്റ്റ് നെയ്പ്പത്തിലാണ് വിചാരിച്ചത്. ഉള്ളിൽ നോക്കുമ്പോൾ ഭയങ്കര ഫില്ലിങ്സ് എല്ലാം ഉണ്ട്, കോണും അങ്ങനത്തെ എന്തെല്ലാം ആയിട്ട് ഹെൽത്തി പോലത്തെ. പിന്നെ നല്ലൊരു മുട്ട ബുർജിയും ഉണ്ട്. മുട്ട ബുർജി നല്ല ഉണ്ടായി. അതിൻ്റെയൊക്കെ തിന്നുമ്പോൾ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടിരുന്നു മുട്ട ബുർജി. ചായ മാത്രം ഫ്ലോപ്പായത്, ബാക്കിയെല്ലാം നല്ല ഉണ്ടായിന് തിന്നാൻ. അപ്പോൾ നമുക്ക് ആ ഡിപ്പ് ഓപ്പൺ ആക്കാം. ഞാൻ ഡിപ്പ് നല്ല ഉണ്ടാവും, ഒരു സോസ് അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കുന്നത്. പക്ഷെ നോക്കുമ്പോൾ കയ്പ്പ് പോലെ ആയി ഞങ്ങൾക്ക്. ഇത് ഞാൻ ചില്ലിയതാ ഡിപ്പ് മുക്കിച്ചാകുമ്പോൾ എൻ്റെ കയ്യിലേക്കെല്ലാം ആയി. അപ്പോൾ തന്നെ ആ ടിഷ്യൂലാണ് തോർത്തിയത്. അപ്പോൾ ഓറ് വന്നിട്ട് ചൊല്ലി ഇതിങ്ങനെ ഇതാക്കേണ്ടത്, നമ്മൾ ചങ്കിലേക്ക് ഇങ്ങനെ ഇടേണ്ടതെന്ന്. ചങ്കിലേക്കല്ല, ഡ്രസ്സിലേക്ക് ഇങ്ങനെ ഹാങ് ആക്കാണ്ടേ ചൊല്ലിയത്. പിന്നെ അത് യൂസ് ആക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇതാക്കിയിട്ടാ. നമുക്ക് കഴിച്ചോക്കാം എങ്ങനെയുണ്ടെന്ന്. അതും അതിൻ്റെ മുകളിലേക്ക് മുട്ട ബുർജി ഇട്ടുന്നതിന് 2 മിക്സാക്കി തിന്നോക്കാം. എല്ലാം ഇഷ്ടപ്പെട്ടിന്. ഞാൻ കാണിക്കുമ്പോൾ അറിയുന്നില്ല, നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്കും കുറച്ച് തിന്നാൻ കൊടുത്ത്, കാരണം 3 തന്നെയല്ലേ ഓർഡർ ആക്കിയത്. ഉമ്മാൻ്റെ ഓർഡർ ഒന്ന് മേടിച്ചാണ്, അപ്പോൾ ഉമ്മാൻ്റെ ഓർക്കും ടേസ്റ്റ് ആക്കാനും എല്ലാവർക്കും കൊടുത്തു ഞാൻ. ഇത് തന്നെ നല്ല ഫില്ലാന്ന്, 2 തന്നെ നല്ല ഫില്ലാന്ന്. ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് ഫില്ലായിന്, വേറെ എന്ത് വേണ്ട അങ്ങനെ ഉണ്ടായി. ഇത് ഫുള്ള് ഫിനിഷ് ആക്കുന്നുണ്ട്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിന്. ഞാൻ അങ്ങനെ ട്രെയിനിലെന്താ തിന്നലൊന്നും ഇല്ല, പക്ഷേ ഇതൊക്കെ എന്തോ ഒരു ഇഷ്ടപ്പെട്ടിന്. എൻ്റെ ഉദാഹരണം ഈ കെച്ചപ്പ് പോലത്തെ ഒരു ഡിപ്പില്ലേ, അത് ഞാൻ ഇതിലേക്ക് എടുത്ത് തിന്നോക്കി. അല്ലാ കാറാണ് പിടിക്കുന്നത്, അത്ര വാങ്ങില്ല, ഇഷ്ടപ്പെട്ടിച്ച. മുട്ട ബുർജി നല്ല ഉണ്ടായി, മുട്ട ബുർജി നല്ല ഉണ്ടായിന്. അപ്പം നല്ല ഉണ്ടായിന്. ആ ഡിപ്പ് മാത്രം വാങ്ങില്ലാത്ത ഉണ്ണിയപ്പവും നല്ല ഉണ്ടായിന്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ എന്തോ കണ്ണൂർക്ക് അങ്ങനെ എന്തോ എത്തി. അപ്പോൾ അവിടെ നിന്നും കുറേ ആൾ കയറി. ഞാൻ ഒരിക്കും കയറേണ്ടത് തന്നെ വന്ദേ ഭാരതിൽ. എപ്പം കയറാൻ കഴിഞ്ഞില്ല, അങ്ങ് ഒരിക്കൽ കയറേണ്ടത് തന്നെ. പിന്നെ അങ്ങ് പെരുന്ന് കൊടുന്ന ചട്ടിപ്പത്തിൽ പിന്നെ ഒരു കോല് പോലത്തെ ഒരു ചക്കിലുണ്ട്, എൻ്റെ പേര് നേരെ അറിയില്ല. അത് കുറേ എന്തെല്ലാം ഉണ്ട്, അതെല്ലാം തിന്നു അങ്ങ് എല്ലാവരും ഷെയർ ആക്കിയിട്ട്. ഇതങ്ങ് അടുത്തോളം പോയി. കണ്ണൂർ കഴിഞ്ഞ പിന്നെ ആരും കയറാനൊന്നുമില്ലല്ലോ. പിന്നെ അങ്ങ് അടുത്തോളെല്ലാം പോയിട്ട് ഫുള്ള് എക്സ്പ്ലോർ ആക്കി. അതായത് ടോയ്ലറ്റുണ്ട്, പിന്നെ ഇവിടെ ഫേസ് വാഷ് ആക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് ഫുഡ് കൊണ്ടുവരുന്ന സ്ഥലം ആക്കുന്നല്ല, എല്ലാം ആക്കിയിട്ട് നമുക്ക് സെർവ് ആക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേഷൻ കോഴിക്കോട് നിന്നുണ്ട്. അപ്പോൾ ആടെ നമുക്ക് ചെയ്യുന്നത്. അതിനോണ്ട് ഞങ്ങൾ അങ്ങോട്ടെല്ലാം പോയിട്ട് അവിടെ ഒരു സീറ്റിലിരുന്ന്. ഇത് ഇങ്ങനത്തെ ഒരു സീറ്റ് ഉണ്ട്, നല്ല ഉണ്ട്, എല്ലാം ഫാമിലി ആയിട്ട് ഇരിക്കാൻ കഴിയുന്നത് ഫുഡെല്ലാം കഴിക്കുമ്പോഴല്ലോ. ഇതാ ഞങ്ങൾ ആടുന്നും കുറച്ച് വ്യൂ എല്ലാം നോക്കിയിട്ട് എത്താനായി. പിന്നെ കോഴിക്കോടേക്ക് ഇത് ഞാൻ ചെല്ലിയ 2 കസിന്. അപ്പോൾ ഇവിടെ ഫുഡെല്ലാം ആക്കുന്നത്. ഇത് നമുക്ക് ചെയ്യാനാകുമ്പോൾ എടുത്ത കുറച്ച് വീഡിയോ. ഫുഡിൻ്റെ ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഇത് വെജിൻ്റെ അവർക്ക് ഇഡ്ഡലി അങ്ങനത്തെ എല്ലാം. ഇഡ്ഡലിയും സാമ്പാറും തന്നു വെജിൻ്റെ അവർക്ക്. നേരെ അറിയില്ല, നോൺ വെജ് കിട്ടിയോണ്ട്. എല്ലാവർക്കും ഉണ്ണിയപ്പം ഉണ്ട് അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്ഥലത്ത് യൂട്യൂബിൽ അങ്ങനെതാ നേരെ ഞങ്ങൾക്ക് പേടിയാണ്. പക്ഷെ കീയുമ്പോൾ എന്താണെന്നറിയില്ല, എന്തോ ഒരു പേടി. കീയുമ്പോൾ കയറുമ്പോൾ പിന്നെ എന്ത് പേടിയില്ല, കീയുമ്പോൾ കയറുമ്പോൾ എന്തോ ഒരു പേടി. നമ്മൾ കോഴിക്കോട് എത്തി. ഫസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിട്ട് ബ്രേക്ക്ഫാസ്റ്റ്
എൻ്റെ വാപ്പ ഉമ്മ ഓരോന്ന് കഴിച്ചിട്ടല്ലേ ഞങ്ങൾ ഷെയർ ആക്കിയിട്ട് കഴിച്ചതല്ല. അപ്പോൾ എന്തെങ്കിലും ചെറുങ്ങനെ കഴിക്കാനിട്ട് ചായ കുടിക്കാൻ ഞങ്ങൾ പോയത്. പൊറോട്ട അങ്ങനത്തെ എല്ലാം തിന്നിന് ഞങ്ങൾ. ഞങ്ങൾ ഏതെല്ലാം ഹോട്ടലുണ്ടായിട്ട് പോകുന്നുള്ളത്. ഫസ്റ്റ് ടാക്സി വിളിച്ചിട്ട് പോകുന്നത് ഞങ്ങൾ മടൂർക്ക്. പാടുന്ന തന്നെ അതിൽ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാനിട്ട്. അപ്പോൾ ഇത് നമ്മളെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവർക്കും അറിയുമല്ലേ. ഇത് നമ്മൾ ടാക്സിയിലേക്ക് കയറിച്ചിരുന്ന് എൻ്റെ നല്ല ഹോട്ടലിലേക്ക് പോകാനിട്ട് റഹ്മത്ത് റെസ്റ്റോറൻറ്റിൽ ഹോട്ടലിലേക്ക് പോകാനിട്ട് അടുക്ക് പോകുന്നുള്ളത്. എന്താ ഞങ്ങൾ ടാക്സിയിൽ കയറിച്ച് പോകുന്നുള്ളത്. അപ്പോൾ എനിക്കിത് കണ്ടത് സൈലമിൽറ്റ്. അപ്പോൾ ഇതെന്തെന്നറിയോ എന്നിട്ട് കമൻ്റ് ആക്ക്. സൈലത്തിൻ്റെ എന്തെങ്കിലും കമൻ്റ് ആക്ക്. കോഴിക്കോടത്തോർക്ക് ആർക്കും അറിയോ അല്ല ഞങ്ങൾക്ക് ആർക്കും അറിയുന്നെങ്കിൽ കമൻ്റ് ആക്ക്. എന്താ ഞങ്ങൾക്ക് മനസ്സിലായിട്ടാ സൈലം നീണ്ടിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഇനി വീഡിയോ എടുത്തത്. അതിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള റഹ്മത്ത് റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഇവിടെ അങ്ങാടെ ഒരു പാർക്കാക്കിയിട്ട് ഇതങ്ങ് കീഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി എന്തെങ്കിലും ലൈറ്റായി തിന്നാൽ മതിയെന്ന് ഓർക്ക് കുറച്ച് പൈക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ പൈക്കുന്നൊന്നുമില്ല. ഇത് റഹ്മത്ത് റെസ്റ്റോറൻറ്റ്. നമ്മുടെ കൈയെല്ലാം കഴിയിട്ട് താഴെ ഫുള്ള് ടേബിളിലെല്ലാം എല്ലാവരും ഇരുന്നിട്ടുണ്ടായി. മുകളിൽ സ്ഥലം ഉണ്ടല്ലോ ഞങ്ങൾ മുകളിലേക്ക് പോകുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാം ഓർഡർ ആക്കിയിട്ടെല്ലാം ഇരുന്നിട്ടുണ്ട്. ബീഫ് കറി, ബീഫ് എന്തോ ഒരു വറവ് പോലത്തെ എന്തോ, പിന്നെ നൂൽ പൊറോട്ട, വെള്ളപ്പം, നെയ്പ്പത്തൽ അങ്ങനത്തെ എന്തെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായി. ആവശ്യത്തിനുള്ള മാത്രം ഓർഡർ ആക്കിയത്. അപ്പോൾ ആ പ്ലേറ്റിൽ നല്ല ചൂട് വെള്ളത്തിൽ കഴിഞ്ഞെന്ന് നല്ല ചൂടുണ്ടായി ചൂടുവെള്ളമല്ലോ. അതായത് എല്ലാം നമുക്ക് കിട്ടിയ ഫുഡ് നല്ല നൂൽ പൊറോട്ട ഉണ്ട്, രണ്ട് ബീഫ് കറി ഉണ്ട്. ഒരേപോലത്തെ അല്ല, ഇതൊരു ഗ്രേവി ഉള്ളതും ഇങ്ങനൊന്ന് വറ്റിച്ച കറി പോലത്തതും. പിന്നെ വെള്ളപ്പം ഉണ്ട്. ഉമ്മ വെള്ളപ്പം ചെറിയത്, ഞാനൊരു പൊറോട്ട, പിന്നെ ബാപ്പ നെയ്പ്പത്തൽ, പിന്നെ അങ്ങൊക്കെ വന്നവരെല്ലാം പൊറോട്ട നെയ്പ്പത്തൽ അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും തിന്നൊക്കെ. എന്നിട്ട് കഴിയിട്ട് പിന്നെ ഞങ്ങൾ മടൂർക്ക് ബിയ്യം പോകാനിട്ട് രാത്രി ആകുമ്പോൾ തന്നെ ബിയ്യം വരാമല്ലോ നമുക്ക്. എൻ്റെ വയറ് നിറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളത്. ഞങ്ങൾതാ മടൂർക്ക് എത്തി. അവിടെ പോയി പാർക്കാക്കിയിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ ബാറയിൽ പോയി, ആണുങ്ങൾ പിന്നെ ഒന്നിൽ പോയി. എന്നിട്ട് ആ ഊവെല്ലാം ഉണ്ടായി. ആടെല്ലാം നോക്കിയിട്ട് പിന്നെ നമ്മൾ നിസ്കരിക്കുന്നിടക്ക് പോയി. ഈ മക്കാമിൻ്റെ ഉള്ളൊക്കെ പോകുന്നത് ഫസ്റ്റ് ഓളം എടുക്കാൻ പോണാലോ. അപ്പോൾ അത് എടുക്കുന്നിടക്ക് പോയത് ഞങ്ങൾ നിസ്കരിക്കാനപ്പോൾ സമയം എന്തായിട്ടാ 10:30 11 മണിയൊന്നും ആയിട്ട് എത്ര 12:45 ബാങ്ക്, 12:40 അങ്ങനെ ആ സമയത്തല്ല ബാങ്ക്. ഞങ്ങൾ ഓളം എടുത്തിട്ട് മക്കാമിൻ്റെ ഉള്ളൊക്കെ കയറി. ആടുന്ന് അങ്ങനെ വീഡിയോ എടുക്കാനെന്താ കഴിഞ്ഞിട്ടാ കുറച്ചെല്ലാം വീഡിയോ എടുത്തിനെ, എന്നാലും കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടാ അങ്ങ് പേടിയായി. പിന്നെ അവിടെ വീഡിയോ എടുക്കുമ്പോൾ കുറേ ആളുള്ളതല്ലേ, അതിനോട് കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടാ. പിന്നെന്താ യാസീനെല്ലാം ഓതാൻ വേണ്ടിയിട്ട് യാസീൻ്റെ ബുക്കെല്ലാം എടുത്ത് എൻ്റെ യാസീനെല്ലാം ഓതിയിട്ടാടുന്ന് കീനി. സൗണ്ടെല്ലാം ഇല്ലേ അതെല്ലാം നോക്കാനിട്ട് പോയി. എൻ്റെ ആടുന്ന് കുറേ എന്തെല്ലാം ഉണ്ടായിന്, ചെറിയ കിടാക്ക് കളിക്കുന്നതും പിന്നെ ഇങ്ങനത്തെ ഫീർണി അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടായിന്. കുറേ പേട, കടലമുട്ടായി, പണ്ടത്തെ ഇതെല്ലാം ഉണ്ടായിന്. പെന്ന്, കുറേ ക്യൂട്ട് പെന്നെല്ലാം ഉണ്ടായിന്. പിന്നെ അതൊന്നും മേങ്ങിട്ടാ ഒരു ഷോക്ക് അടിക്കുന്ന ഒരു പെന്നുണ്ടായി, അത് മേങ്ങിന് 90 പന്തുണ്ടായത്. ഓറും മേങ്ങിന്, എൻ്റെ ഒക്കെ വന്ന 2 കസിനും മേങ്ങിന്, ഞാനും മേങ്ങിന്. ഓറും പെന്നിൻ്റെ മേങ്ങിന്, ചുയിങ്കത്തിൻ്റെ മേങ്ങിന്. ഞാനൊരു പെന്നിൻ്റെ മാത്രം മേങ്ങിയത് 90 അങ്ങനെ എന്തുണ്ടായത് പൈസ. അപ്പോൾ എല്ലാവരും പ്രാങ്കാക്കാനായിട്ട് മേങ്ങിയത്. ഇനി ഞങ്ങളാ പിന്നെ പയ്യന്നൂർക്ക് പോകാനിട്ട് ആടെ ഒരു സിയാറത്തുണ്ട്, ആടക്ക് പോകാനിട്ട് പയ്യന്നൂർക്ക് പോകുന്നുള്ളത്. അതൊന്ന് വീഡിയോ എടുക്കാനെന്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചാർജ് തീർന്നു. ഞങ്ങൾ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിനാനി, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ എല്ലാം കഴിച്ചിനാനി. അതൊന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാ. ഇത് പയ്യന്നൂരിൽ നിന്ന് എടുത്ത വീഡിയോ ഇതല്ലോ, പയ്യന്നൂർക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ. അവിടുന്ന് ഒരു ഐസ്ക്രീമിൻ്റെ വീടുണ്ടായി സ്കെയിലിട്ട്. അവിടുന്ന് ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ ഇത് മെങ്ങിനെ നല്ല പാണ്ടായി, ഒരു ഡിഫറെൻറ്റ് 2 കളറായിട്ട്
ബാപ്പ അങ്ങ് പൊട്ടിച്ച് തരുന്നുള്ളത്. ഇതിനെന്തോ 110 അങ്ങനെ എന്തോ ഉണ്ടായത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. 2 എണ്ണം മേഞ്ഞത് എല്ലാവരും ഞങ്ങൾ ഹാഫാക്കി. ഇനി ഞങ്ങൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ആ ട്രെയിൻ നിൽക്കുന്ന ഇടക്ക് പോകുന്നുള്ളത്. ഇതാ ഉമ്മാവും എല്ലാവരും ടേസ്റ്റ് ആക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന്. ഇതാ ഞാൻ ഫുള്ള് തിന്നുന്നുണ്ട്. ഇനി ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി ഞാൻ വീഡിയോ എടുത്തോണ്ടായി. അപ്പോൾ ഒരു പെണ്ണ് വന്ന് കേട്ട് നീ വീഡിയോ എടുക്കുന്ന ആളാന്ന്. കാരണം ഓണും ഒരു വീഡിയോ എടുക്കുന്ന ആൾ മീ ആൻഡ് മൈ വേൾഡ് റിഫ്ന എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഞാൻ കേട്ട എങ്ങനെ അറിഞ്ഞേന്ന്. ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന ആളെന്ന് ചൊല്ലിയോള്. എന്നിട്ട് കണ്ണൂർ ഒളിക്കുന്നത് ഞാൻ പയ്യന്നൂർ. അപ്പോൾ കണ്ണൂരോളോ ഞാനോള് മുണ്ടിക്കൊണ്ട് പോയത്. നമുക്കൊരു കമ്പനിയും അയാൾ. ഇനി ഞങ്ങളെ ഫാമിലി എല്ലാവരും മുണ്ടിക്കൊണ്ടായി. എൻ്റെ ഓൾ കണ്ണൂർ എത്തിക്കുമ്പോൾ ഓൾക്ക് ഇനി ഞങ്ങൾ ഫോട്ടോ വീഡിയോയിൽ കുറച്ച് എടുത്തിനാനി. ഓൾക്കും എൻ്റെ പോലെ തന്നെ 11K വ്യൂസ് എല്ലാം ഉണ്ട്. വ്യൂസ് അല്ല സബ്സ്ക്രൈബെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ കാത്തിച്ച് പോയ സീറ്റും കിട്ടി. അപ്പോൾ അപ്പുറത്തുണ്ടായ ഒരു ഇന്നാണ്ടിൽ ഒരു മയിൽപ്പീലുണ്ടായി. അതെടുത്തിട്ട് കുറച്ച് ഫോട്ടോ വീഡിയോയിൽ എടുത്ത് കാണിച്ചിട്ട് ഓരെന്തോ ഒരാവശ്യത്തിന് എന്തിനറിയില്ല, ഒരു ഡാൻസിനായിരിക്കും എന്തിനോ കൊണത്തുണ്ടായത് മയിൽപ്പീൽ. അപ്പോൾ അങ്ങ് കുറച്ച് മേങ്ങിയിട്ട് കുറച്ച് ഫോട്ടോ വീഡിയോയിൽ എടുത്ത് എന്നിട്ട് ഞങ്ങൾ പയ്യന്നൂർ സിയാറത്തിനെല്ലാം പോയിട്ട് ആടെ നല്ല ഫുഡെല്ലാം കഴിച്ചിനാനി. അപ്പം എന്ത് ചാർജ് ഒന്നും ഉണ്ടായിട്ട് ഫോണിൽ. എന്നിട്ട് ഞങ്ങൾ ബയ്യോട്ട് വരുമ്പോഴാണ് ഫോട്ടോ വീഡിയോയിൽ എടുക്കുന്നത്. അപ്പോൾ കാറിൽ കുറച്ച് ചാർജൊക്കെല്ലാം കുത്തിയിട്ടുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചാർജ് ഉണ്ടായാലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെള്ളത്തിൻ്റെ കുപ്പിയെല്ലാം വേങ്ങിനാനി പോന്ന വഴിക്ക്. എൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ കാസർഗോഡ്ക്ക് വന്നിട്ട് കീനിട്ട് മാലിക്ക് തിന്നാർക്കെല്ലാം പോയി. അപ്പം പിന്നെ രാത്രി ആയാടെ. പിന്നെ നമുക്ക് പൈസ ഉണ്ടായി മേടക്ക് പോകുന്നിട്ട് ഞങ്ങൾ പിന്നെ റഹ്മാനിയാക്ക് പോയിട്ട് മൊഗ്രാലില്ലേ റഹ്മാനിയ ആടക്ക് ഒരു ഇടത്തോളായിട്ട് പോയിട്ടേ ഇല്ല. നമ്മൾ കുറേ വട്ടം പോയിന്. അപ്പോൾ ഞങ്ങൾ ശരി ആടക്ക് പോവാന്ന്. അപ്പോൾ ഓറ് പോയിട്ടുമില്ലല്ലോ. അപ്പോൾ ആടക്ക് തന്നെ പോകുന്നില്ലത്. കാലത്ത് എണിച്ചതല്ലേ 4 മണി 5 മണിക്കൊന്നും എണിച്ചത്. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ റഹ്മാനിയൊക്കെ എത്തി. ഞങ്ങൾ 2 ടേബിൾ ഉണ്ടായി. ഞാൻ ഒന്നാക്കിയിട്ട് എല്ലാവരും ഇരുന്ന് ഞങ്ങൾ ഏശാളൊന്നും ഉണ്ടായി. എന്നിട്ട് നമുക്ക് വേണ്ടത് ഞങ്ങൾ ഓർഡർ ആക്കിയത് കണ്ടതിൻ്റെ മുഖം കാണുമ്പോൾ അറിയുന്നില്ലേ നല്ല ക്ഷീണം ഉണ്ടായിന്. ഫസ്റ്റ് തന്നെ മയോണൈസും അങ്ങനത്തെ ഡിപ്പെല്ലാം ഉടഞ്ഞ് വെച്ചാൽ ഞങ്ങൾ അതെല്ലാം പ്ലേറ്റിലേക്ക് ഇട്ട് പിന്നെ നമ്മൾ ഒരു സാധനം വരാൻ തുടങ്ങി. എന്തെല്ലാം ഓർഡർ ആക്കി ഞാൻ. ഒരാൾ പനീർ മസാല, പിന്നെ ഒരാൾ കോട്ടർ മന്തി, പിന്നെ ഒരാൾ ഷവർമ്മ, പിന്നെ ഗുബൂസ്, ബട്ടർ നാൻ അങ്ങനത്തെ എന്തെല്ലാം ഓർഡർ ആക്കി ഞാൻ. ബാണ്ട് തന്നെ ഓർഡർ ആക്കിയത്. ഒരാൾ കോട്ടർ മന്തി കുറേ ഉണ്ടായിന്. ഒരു മന്തി എടുത്ത് തിന്നിട്ടാലിട്ട് മന്തി ട്രൈ ആക്കാലിട്ട് കോട്ടർ മന്തി മേങ്ങിയത്. പിന്നെ ഷവർമ്മ മേങ്ങിനെ ഒരാൾ, പിന്നെ പനീർ കറി മേങ്ങിനെ, ബട്ടർ നാൻ മേങ്ങിനെ, ഗുബൂസ് മേങ്ങിനെ, അങ്ങനെന്തെല്ലാം മേങ്ങിനാനി. ഞാൻ മേങ്ങിയത് ഗുബൂസും അൽഫാമും. ഗുബൂസ് തിന്ന് തീരാനാകുമ്പോൾ വന്നത്. അതാ എല്ലാവരും കുറച്ച് മന്തിയെല്ലാം ഇട്ട് തിന്നിനെ. ഞങ്ങൾക്ക് മന്തി പാണ്ടാലിട്ട് ഞാൻ ഉച്ചക്ക് ഫ്രൈഡ് റൈസ് തിന്നിനെ. പിന്നെ റൈസ് പാണ്ടാലിട്ട് ഞാൻ ഗുബൂസ് മേങ്ങിയത്. ഉമ്മാവും കുറച്ച് മന്തിയെല്ലാം എടുത്തിട്ട് എല്ലാവരും ടേസ്റ്റാക്കി. അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിന് എടുത്ത മന്തി. അപ്പോൾ അതാ 2 ഗുബൂസ് മേങ്ങിയിട്ടുണ്ടായി. എൻ്റെ അൽഫാമും മേങ്ങിയിട്ട് എല്ലാം തിന്നിട്ട് വേറെ ഫുള്ളായിന്. നല്ല ഫുഡായിന്. നമുക്ക് പിന്നെ റഹ്മാനെ ഭയങ്കര ഇഷ്ടമാക്കൂ. ഓറും ചൊല്ലി നല്ല ഉണ്ടായിന് ഫുഡെല്ലാം. ഓറ് കാറിൽ വന്നിനത്. ഓരോ കാറിലാണ് ഞങ്ങൾ പോയതല്ലോ. അപ്പോൾ ഓരയില പോന്നിട്ട് അതിലെ പോയി. ഞങ്ങളുടെ നേരത്തേനല്ല. അപ്പോൾ ഞങ്ങൾ നടക്കാലിട്ട് തിന്നത് കുറച്ച് ജീർണാട്ടിൽ ഞങ്ങൾ നടന്ന്. അപ്പോൾ ഇത്ര തന്നെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കാം. ബൈ അസ്സലാമു അലൈക്കും.